നമസ്കാരമുണ്ട്. ഇന്ന് വീണ്ടും സലാലയിലെ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്താണ്. ദർബാർ പാർക്ക് എന്ന് പറയും. ഈ പോയിന്റിൽ ധാരാളം ടൂറിസ്റ്റുകൾ വരും. പിന്നെ ഒരു നദിയുണ്ട് ഇവിടെ. ഈ നദിയുടെ തീരത്ത് ധാരാളം കോട്ടേജസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്ന് താമസിക്കാനായിട്ട് കുറേ ആൾക്കാർ, വിദേശികൾ വരുന്നുണ്ട്, സ്വദേശികൾ വരുന്നുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ചുറ്റും മലകളാണ്, കായലുണ്ട്, അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. നമുക്ക് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഇത് വിനോദസഞ്ചാരികൾക്ക് താമസിക്കാനുള്ള ചെറിയ ചെറിയ കുടിലുകൾ കായലിന് ചേർന്ന് നിന്നിട്ടുള്ളതുണ്ട്. നല്ല കഫറ്റേറിയ ഉണ്ട്, ആഹാരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമുക്കിവിടെ ഈ ദർബാർ പാർക്കിൽ കിട്ടും. അപ്പോൾ ഇന്ന് ഈ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് ഒരു കഥ പറയാനുണ്ട്. അത് കൽക്കട്ടയിലെ ചൈതന്യ മഹാപ്രഭുവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു ഡിവോട്ടിയെക്കുറിച്ചും ഭഗവത്ഗീതയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഇസ്കോൺ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഒരു മാതൃകയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹമാണ് ശരിക്ക് ഇസ്കോൺ പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ല്. അതായത് പ്രഭുപാദ ആദരിച്ചിരുന്ന ഒരു മഹാനാണ് അദ്ദേഹം. ഈ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് ഭഗവത്ഗീതയെ കുറിച്ചൊരു ഒരു കാര്യമാണ് നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹം നമുക്ക് കൽക്കട്ടയിലെ ഒരു ഗ്രാമത്തിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പൂജാരി ഉണ്ടായിരുന്നു. ആ പൂജാരിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം എന്നും വലിയ പാണ്ഡിത്യമൊന്നുമില്ല അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് വളരെയധികം ഒരു ഈശ്വരോന്മുഖമായിട്ടുള്ള ഭക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഭാഗവത പാരായണവും അതേപോലെ തന്നെ ഭഗവത്ഗീതയെ സംബന്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ പറയുന്ന സമയത്ത് ആ വ്യക്തി അതിനെ പഠിക്കാനും അതിനെ മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അവിടെ ഒരു ഭഗവത്ഗീതയുടെ ഒരു മാസത്തെ പ്രവചനങ്ങൾ നടന്നു. ഈ ഭഗവത്ഗീതയുടെ പ്രവചനം നടക്കുന്ന സമയത്ത് ഈ പൂജാരിയും അവിടെ അതിനകത്ത് പങ്കെടുത്തു. അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ ആ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് ഭക്തി വളരെയധികം കൂടുതലുണ്ടായിരുന്നു. ഈ ഭക്തിയാണ് അദ്ദേഹത്തിന് ഇത് പഠിക്കാനുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ച് കൂടുതൽ പറയാനും കൂടുതൽ മനസ്സിലാക്കാനുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം ഈ ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങി. സംസ്കൃതത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം നിത്യകാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുമായിരുന്നു. പക്ഷേ ഭഗവത്ഗീതയെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ നോളജില്ല. അവിടെ ഭാഗവത പാരായണം നടത്തുന്നുണ്ട്, പക്ഷേ അതിലും അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഈ ഭഗവത്ഗീത ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, ഭഗവത്ഗീതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ വന്ന് പ്രവേശിച്ച സ്വാമിജി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ഭഗവത്ഗീത എല്ലാ ദിവസവും ഈ അമ്പലത്തിൽ വന്നിട്ട് ഉറക്കെ നിങ്ങൾ പാരായണം ചെയ്യും. നിങ്ങൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈശ്വരനെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാതെ ഈ ഭഗവത്ഗീത കാലത്തും വൈകിട്ടും വന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്തു തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ആ പാരായണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ഒക്കെ അശ്രുധാരകൾ വരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ചൈതന്യ മഹാപ്രഭു അതിൽ പോകുന്ന സമയത്ത് ഈ ഭഗവത്ഗീത ഒച്ചത്തിൽ ആരോ പാരായണം ചെയ്ത് കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു, ആരാത് എന്ന് കേട്ടിട്ട് ചൈതന്യ മഹാപ്രഭു ആ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ആ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അദ്ദേഹം കണ്ടത് ഈ ഒരു പൂജാരി ഒച്ചത്തിൽ ഭഗവത്ഗീത പാടുന്നതാണ്. ആ ഭഗവത്ഗീത പാടുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് എന്ത് പറയണമെന്നൊന്നും അറിയില്ല. പക്ഷേ ചൈതന്യ മഹാപ്രഭു അങ്ങനെ നോക്കി നിന്ന് അദ്ദേഹത്തിന് തോന്നി, ഇയാൾ എന്താണ് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നു, ഇടയ്ക്കൊരു ആനന്ദത്തിൽ അയാൾ സന്തോഷിക്കുന്നുണ്ട്, ഇതിനെന്താ കാരണം ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നു. കുറേ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് നോളജുള്ള ആൾക്കാർ, ഇതിനെക്കുറിച്ച് പാണ്ഡിത്യമുള്ള ആൾക്കാർ അദ്ദേഹത്തിനെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം കഴിഞ്ഞിട്ട് തൻ്റെ പാരായണം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ സമയത്ത് അദ്ദേഹത്തിനോട് ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, ഇതെന്താ നടക്കണേ, എന്താണ് ഇവിടെ ശരിക്കും, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു,
ഞാൻ ഭഗവത്ഗീത എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്വാമിജി പറഞ്ഞിട്ട് ഞാൻ ചെയ്യുകയാണ്, ഇതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് അശ്രുധാര വരുന്നുണ്ടല്ലോ, അതെന്താ കാരണം എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ആ പൂജാരി പറഞ്ഞു, എനിക്ക് സംസ്കൃതമൊന്നും അറിയില്ല, പക്ഷേ ഈ ഒരു സ്വാമിജി പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ഭഗവത്ഗീത ഡെയിലി പാരായണം ചെയ്യുകയാണ്. ആ പാരായണം ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്നത് സാക്ഷാത് ഭഗവാൻ അങ്ങനെ ആകാശത്തോളം മുട്ടി നിൽക്കുന്ന ഒരു ഭഗവാൻ എൻ്റെ കൃഷ്ണൻ ഞാൻ കാണുന്നുണ്ട്. ആ കൃഷ്ണൻ്റെ രൂപം ഞാൻ കാണുന്നുണ്ട്, അർജുനനെ ഞാൻ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആ യുദ്ധകളത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും എല്ലാ കഥാപാത്രങ്ങളും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഭഗവാന്റെ വായിൽ നിന്ന് വരുന്ന തിരുമൊഴികളിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭഗവത്ഗീതയുടെ പാരായണം ചെയ്യുന്നത്. ഇത് കേൾക്കുന്നവർ എന്നെ കളിയാക്കുന്നുണ്ടാവും, എൻ്റെ വാക്കുകൾ തെറ്റായിരിക്കും, പക്ഷേ ഞാൻ അതിനകത്ത് ലയിച്ചിട്ടാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, താനൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, താൻ ചെയ്യുന്ന വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്, ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് തനിക്ക് ആ ഭഗവത്ഗീത പാരായണം ചെയ്യുമ്പോൾ കിട്ടുന്നത്. തൻ്റെ ആക്ച്വലി നമുക്ക് കിട്ടേണ്ട ഒരു ആനന്ദം വാസ്തവത്തിൽ ഇങ്ങനെയാണ്, ഈ അല്ലാണ്ട് പാണ്ഡിത്യത്തിലൂടെ അല്ല. ശരിക്കും കിട്ടേണ്ട ഒരു ആനന്ദം കിട്ടേണ്ടത് ഭഗവാനെ ദർശിച്ചിട്ടാണ് നമ്മൾ ആ ആനന്ദം കിട്ടേണ്ടത്. നിങ്ങൾ ആ ഭഗവാന്റെ ദർശനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഭഗവാന്റെ ദർശനത്തിലൂടെ മാത്രമേ നമ്മൾ ആ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കുറിച്ച് എന്നും